നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സുപ്രധാന വാർത്ത പുറത്തുവരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AIയുടെ ഇന്ത്യയിലെ സാധ്യതകളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു എന്നും മനസ്സിലാക്കുന്നു. പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സുന്ദർ പിച്ചൈ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു എന്നതും പുറത്തുവരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നു. ഇന്ത്യയിലേക്ക് AI കൊണ്ടുവരുന്ന അവിശ്വസനീയമായ അവസരങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ സഹകരിക്കാനുള്ള വഴികൾ പര്യവേഷണം ചെയ്യുകയും ചെയ്തു എന്നതാണ്. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരിവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗൂഗിളും ഇന്ത്യയും തമ്മിലുള്ള അടുത്ത സഹകരണത്തിനുള്ള സാധ്യതകൾ പിച്ചൈ എടുത്തുകാട്ടി. സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ നവീകരണം വളർത്തുന്നതിലും ഫോറത്തിൻ്റെ നിർണായക പങ്ക് ഊന്നി പറഞ്ഞുകൊണ്ട് പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് CEO ഫോറത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്തു. വളർച്ചയും നിക്ഷേപവും നയിക്കുന്ന പ്രധാന മേഖലകളിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യയിലും ഫ്രാൻസിലും നിന്നുള്ള ബിസിനസ് നേതാക്കളുടെ ഒത്തുചേരൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ഫ്രാൻസും ആഴത്തിലുള്ള വിശ്വാസവും പൊതുമൂല്യങ്ങളും പങ്കിടുന്നുണ്ടെന്നും നവീകരണം അവരുടെ സൗഹൃദത്തിൻ്റെ തൂണുകളാണെന്നും ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി മോദി AI ആക്ഷൻ ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിച്ചു. ആഗോള നേതാക്കൾ, നയരൂപീകരണ വിദഗ്ധർ, വ്യവസായ വിദഗ്ധർ എന്നിവർ പങ്കെടുത്ത ഉന്നതതല സെഷനോടെയാണ് ഉച്ചകോടി അവസാനിച്ചത്. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളർന്നു വരുന്ന സഹകരണം എടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യ പ്രസിഡന്റായിരുന്ന കാലത്ത് എല്ലാവർക്കും ഉത്തരവാദിത്വത്തോടെ AI ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് G20 ഒരു സമവായമുണ്ടാക്കിയതായും AI ഭാവി എല്ലാവർക്കും നന്മയ്ക്കും വേണ്ടിയാണെന്നും ഉറപ്പാക്കാൻ ഇന്ത്യ തങ്ങളുടെ വൈദഗ്ധ്യം പങ്കിടാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു. വൈവിധ്യം കാരണം ഇന്ത്യ സ്വന്തമായി ഒരു വലിയ ഭാഷാ മാതൃക നിർമ്മിക്കുന്നുണ്ടെന്നും കമ്പ്യൂട്ടിംഗ് പവർ പോലെയുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും താങ്ങാവുന്ന വിലയിൽ അത് ലഭ്യമാക്കുന്നതിനും ഒരു സവിശേഷമായ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി മോദി പ്രസ്താവിച്ചു. എന്തായാലും AI മേഖലയിൽ വലിയ മാറ്റങ്ങളാകും ഇന്ത്യ വരുന്ന വർഷങ്ങളിൽ കാണാനിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.